നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരല്പം നിശബ്ദത ഉണ്ടാകാറുണ്ട്. കടലിലെ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നതിന് മുമ്പ് വലിയ ശക്തി സംഭരിക്കാനായി ഒന്ന് പിന്നോട്ട് വലിയില്ലേ? കൃത്യം അതുപോലെ തന്നെയാണത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതും അത്തരമൊരു കഠിനമായ ഘട്ടത്തിലൂടെയാവാം. കഷ്ടപ്പാടുകളും സാമ്പത്തിക പ്രതിസന്ധികളും കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ നടന്നു കയറാൻ പോകുകയാണോ? ഇത് തിരിച്ചറിയാൻ പ്രപഞ്ചം നമുക്ക് ചില സൂചനകൾ തരാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈനംദിന തിരക്കുകൾക്കിടയിൽ ഈ സൂചനകളെ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ രഹസ്യ ഭാഷയെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് സത്യം. പണം എന്നത് വെറും കടലാസോ ബാങ്ക് ബാലൻസോ മാത്രമല്ല. ആഴത്തിൽ ചിന്തിച്ചാൽ പണം എന്നത് ഒരു ഊർജമാണ്. അത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമാണ്. ആ പ്രവാഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അന്തരീക്ഷത്തിലും നിങ്ങളുടെ മനസ്സിലും ചില മാറ്റങ്ങൾ പ്രകടമാകും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട, എന്നാൽ ആരും അധികം ശ്രദ്ധിക്കാത്ത 8 രഹസ്യ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ വാക്കുകൾ ഒരല്പം പോലും ശ്രദ്ധ തിരിക്കാതെ കേൾക്കുക. ഒരുപക്ഷെ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞേക്കാം. അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ വലിയ സമ്പത്ത് വരുന്നതിന് തൊട്ടു മുൻപ് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതൊരു പക്ഷേ കാലങ്ങളായി നിങ്ങൾ കൊണ്ടു നടന്ന, എന്നാൽ നിങ്ങൾക്ക് ഒട്ടും ഗുണകരമല്ലാത്ത ഒരു സൗഹൃദമാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ മടുപ്പ് തോന്നിയിരുന്ന ഒരു ജോലിയാവാം. അതുമല്ലെങ്കിൽ പ്രവർത്തിക്കാതെ കിടന്നിരുന്ന ഒരു പഴയ ഗൃഹോപകരണങ്ങൾ കേടായി പോകുന്നതാവാം. ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം വിഷമിക്കും. ഈശ്വര, കഷ്ടപ്പാടിൻ്റെ കൂടെ ഇതും കൂടി വന്നല്ലോ എന്ന് ചിന്തിക്കും. എന്നാൽ ഓർക്കുക, പുതിയ ഒന്നിന് വരണമെങ്കിൽ പഴയത് ഒഴിഞ്ഞു പോകണം. നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് വീണ്ടും വെള്ളമൊഴിച്ചാൽ അത് പുറത്തേക്ക് പോവുകയല്ലേ ഉള്ളൂ. പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു സൗഭാഗ്യത്തിനായി ഒരുക്കിയെടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളെ പ്രകൃതി തന്നെ നീക്കം ചെയ്യുന്നതാണ് ഈ നഷ്ടങ്ങൾ. അതുകൊണ്ട് ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ തളരാതെ വരാനിരിക്കുന്ന വലിയ ലാഭത്തെ ഓർത്ത് സമാധാനിക്കുക. അകാരണമായ ആന്തരിക ശാന്തത. രണ്ടാമത്തെ കാര്യം വളരെ വിചിത്രമാണ്, എന്നാൽ അനുഭവസ്ഥർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ തോന്നും, പഴയതുപോലെ ആവലാതികളും പരാതികളും പറയാൻ തോന്നുന്നില്ല എന്ന്. പണ്ടൊക്കെ പണമില്ലാത്തതിനെക്കുറിച്ചോ കടങ്ങളെക്കുറിച്ചോ ഓർക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു ഭയം പുകച്ചിലുമായിരുന്നു. എങ്കിൽ ഇപ്പോൾ എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യം പോലെ, അല്ലെങ്കിൽ എല്ലാം ശരിയാകും എന്നൊരു ഉറച്ച വിശ്വാസം ഉള്ളിൽ വരുന്നത് പോലെ തോന്നും. മനസ്സിലെ വലിയ തിരയിളക്കങ്ങൾ മാറി വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങും. പണം വരുന്നതിന് മുൻപ് നിങ്ങളുടെ വൈബ്രേഷൻ, അല്ലെങ്കിൽ ആന്തരിക ഊർജം ഉയരും എന്നതിൻ്റെ ലക്ഷണമാണിത്. സമ്പത്ത് എന്നത് എപ്പോഴും സമാധാനമുള്ളിടത്തേക്ക് ഒഴുകിയെത്തും. നിങ്ങൾ എപ്പോഴാണോ ആവലാതികൾ നിർത്തി ഉള്ളതുകൊണ്ട് സംതൃപ്തി കണ്ടെത്താനും
വരാനിരിക്കുന്നതിൽ പ്രതീക്ഷ അർപ്പിക്കാനും തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാകും. ഈ സമയത്ത് നിങ്ങൾ ആരോടും തർക്കിക്കാൻ പോകുകയില്ല, ആരെയും കുറ്റപ്പെടുത്തില്ല. അപ്രതീക്ഷിതമായി എത്തുന്ന ചെറിയ തുകകൾ. ഈ മാറ്റങ്ങൾ മാനസികമായി മാത്രമല്ല, ഭൗതികമായി നിങ്ങളുടെ കൺമുന്നിലും തെളിയാൻ തുടങ്ങും. അപ്രതീക്ഷിതമായി ചെറിയ തുകകൾ നിങ്ങളെ തേടി വരും. നമ്മൾ പലപ്പോഴും ലക്ഷങ്ങളും കോടികളും സ്വപ്നം കാണുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടുന്ന 1 രൂപയെയോ അല്ലെങ്കിൽ പഴയൊരു ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന 10 രൂപയെയോ ഒക്കെ അവഗണിക്കാറുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ വലിയ തുകയെന്നോ ചെറിയ തുകയെന്നോ ഉള്ള വ്യത്യാസമില്ല. അവിടെ സമൃദ്ധി എന്ന ഒറ്റ വാക്യേ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ തുക ലഭിക്കുകയോ വാങ്ങാൻ പോയ സാധനത്തിന് വിചാരിച്ചതിലും വലിയ ഡിസ്കൗണ്ട് കിട്ടുകയോ ചെയ്താൽ അത് നിസ്സാരമായി കാണരുത്. പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങി എന്നതിൻ്റെ ആദ്യ പടിയാണിത്. ആ ചെറിയ തുകയെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എനിക്ക് പണം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിനോട് പറയുക. എപ്പോഴാണോ നിങ്ങൾ ചെറിയ നേട്ടങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുന്നത്, അപ്പോഴാണ് വലിയ നേട്ടങ്ങൾക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. ആവർത്തിച്ചു വരുന്ന സംഖ്യകൾ, ഏഞ്ചൽ നമ്പേഴ്സ്. അടുത്ത ലക്ഷണം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കാം. ആവർത്തിച്ചു വരുന്ന ചില സംഖ്യകൾ. നിങ്ങൾ മൊബൈൽ ഫോണിൽ സമയം നോക്കുമ്പോൾ 11, 11, 22, 22, അല്ലെങ്കിൽ വാഹനങ്ങളുടെ നമ്പറുകളിൽ ഒരേപോലത്തെ സംഖ്യകൾ, പ്രത്യേകിച്ച് 8 എന്ന സംഖ്യ അവിചാരിതമായി വീണ്ടും വീണ്ടും കാണുന്നുണ്ടോ? എങ്കിൽ അത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ്. ന്യൂമറോളജി പ്രകാരം 8 എന്നത് സമ്പത്തിൻ്റെയും അനന്തമായ ഒഴുക്കിൻ്റെയും ചിഹ്നമാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും 8ൻ്റെ സാന്നിധ്യം കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന സന്ദേശമാണ് അതിൽ നൽകുന്നത്. ഇതിനെ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ വെറുതെ കണ്ടുപോകാതെ ആ നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ സ്വപ്നം മനസ്സിൽ കണ്ട് പ്രകൃതിയോട് നന്ദി പറയുക. സമൃദ്ധിയുടെ സ്വപ്നങ്ങൾ. ഉറക്കത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സന്ദേശങ്ങളാണ്. പണം വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. തെളിഞ്ഞ വെള്ളം, ധാന്യങ്ങൾ, പച്ചപ്പുള്ള വലിയ വയലുകൾ, അല്ലെങ്കിൽ ഉയരത്തിലേക്ക് കയറിപ്പോകുന്ന കോവണികൾ എന്നിവ സ്വപ്നം കാണുന്നത് ശുഭസൂചനയാണ്. പ്രത്യേകിച്ച് പാല്, തൈര് അല്ലെങ്കിൽ വെണ്ണ തുടങ്ങിയവ സ്വപ്നത്തിൽ വരുന്നത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ മഴ നനയുന്നതായോ ഒഴുകുന്ന പുഴയുടെ തീരത്ത് നിൽക്കുന്നതായോ സ്വപ്നം കണ്ടാൽ അത് ധനത്തിൻ്റെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു. വെള്ളം എന്നത് വികാരങ്ങളുടെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ്. തടസ്സമില്ലാതെ ഒഴുകുന്ന വെള്ളം കാണിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിപ്പോകാൻ പോകുന്നു എന്നാണ്. ഇത്തരം സ്വപ്നങ്ങൾ കണ്ടുണരുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷവും സന്തോഷവും നിങ്ങൾക്ക് തോന്നും. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക. ആറാമത്തെ ലക്ഷണം അല്പം കൂടി വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ
നിങ്ങൾക്ക് മുൻപ് തോന്നിയിരുന്ന ചെറിയ അസൂയയോ കുശുമ്പോ ഒക്കെ മാറി ആത്മാർത്ഥമായി സന്തോഷിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ. പണ്ടൊക്കെ ആരെങ്കിലും വലിയ വണ്ടി വാങ്ങിയാലോ ബിസിനസ്സിൽ വിജയിച്ചാലോ അവന് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന മനസ്സ് മാറി അവൻ നന്നായി വളരട്ടെ, അവനെപ്പോലെ എനിക്കും വളരാൻ സാധിക്കും എന്ന ചിന്തയിലേക്ക് നിങ്ങൾ എത്തും. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. എപ്പോഴാണോ നിങ്ങൾ സമ്പന്നരെയും സമ്പത്തിനെയും വെറുക്കുന്നത് നിർത്തുന്നത്, അപ്പോൾ മാത്രമാണ് സമ്പത്ത് നിങ്ങളെ തേടി വരിക. പണത്തെ സ്നേഹിക്കുന്നവർക്കേ പണം ലഭിക്കൂ. മറ്റൊരാളുടെ വിജയത്തിൽ നിങ്ങൾ കൈയടിക്കുമ്പോൾ പ്രപഞ്ചത്തോട് നിങ്ങൾ പറയുന്നത് എനിക്കും ഇത് ഇഷ്ടമാണ്, എനിക്കും ഇത് വേണം എന്നാണ്. അസൂയ എന്നത് ദാരിദ്ര്യത്തിൻ്റെ ഭാഷയാണ്. അഭിമാനത്തോടെയുള്ള അഭിനന്ദനം എന്നത് സമ്പത്തിൻ്റെ ഭാഷയും. ജീവിത സാഹചര്യങ്ങൾ കുഴഞ്ഞുമറിയുക. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് കുഴഞ്ഞു മറിയുന്നത് പോലെ. വീട് മാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നു, എന്തൊക്കെയോ അസ്വസ്ഥതകൾ എല്ലാം കൃത്യമായി അടുക്കി വയ്ക്കുന്നതിന് മുൻപ് ഒന്ന് അലങ്കോലപ്പെടും. ഒരു മനോഹരമായ വീട് ഉയരുന്നതിന് മുൻപ് ആ സ്ഥലം മുഴുവൻ മണ്ണും കല്ലും കൊണ്ട് വൃത്തികേടായി കിടക്കില്ലേ? അതുപോലെ നിങ്ങളുടെ ജീവിതം മനോഹരമായ ഒന്നിലേക്ക് മാറുന്നതിന് മുൻപ് നിലവിലുള്ള വ്യവസ്ഥിതി ഒന്ന് ഇളക്കി മറിയും. ഇത് കണ്ട് ഭയപ്പെടരുത്. ഇത് വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. പഴയ വേരുകൾ അറുത്തുമാറ്റി പുതിയ മണ്ണിൽ വേരുപിടിപ്പിക്കാൻ പോകുന്നതിൻ്റെ വേദന മാത്രമാണിത്. ഈ സമയത്ത് ക്ഷമയോടെ കാത്തിരിക്കുക. പണത്തോടുള്ള അമിത ആർത്തി കുറയുക. ഇതാണ് ഏറ്റവും നിർണായകവും സൂക്ഷ്മവുമായ ലക്ഷണം. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് തോന്നും എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം പണം മാത്രമല്ല എന്ന്. പണം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി പണത്തോടുള്ള ആർത്തി കുറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ സത്യം അതാണ്. എപ്പോഴാണോ നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടുന്നത് നിർത്തി ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങുന്നത്, അപ്പോഴാണ് പണം നിങ്ങളുടെ പിന്നാലെ ഓടി വരുന്നത്. ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ പിന്നാലെ ഓടിയാൽ അത് പറന്നകന്നു പോകും. എന്നാൽ നിങ്ങൾ പൂന്തോട്ടത്തിൽ ശാന്തനായിരുന്നാൽ അത് വന്ന് നിങ്ങളുടെ തോളിലിരിക്കും. പണത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പണം എന്നത് ഒരു ഫലമാണ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പ്രകൃതി നൽകുന്ന സൂചനകളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഈ സൂചനകൾ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ രഹസ്യത്തിൻ്റെ താക്കോൽ. ഒന്നാമതായി, ഈ രഹസ്യം ആരോടും പറയരുത്. എന്തുകൊണ്ടാണ് ഈ രഹസ്യം സൂക്ഷിക്കാൻ പറയുന്നത്? നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെ പോലെയാണ്. അത് പുറം ലോകം കാണാൻ പാകമാകുന്നതുവരെ സുരക്ഷിതമായ ഒരിടത്ത് വളരണം. നിങ്ങൾ എല്ലാവരോടും എനിക്ക് പണം വരാൻ പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ മറ്റുള്ളവരുടെ സംശയങ്ങളും പരിഹാസങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ തകർക്കും. അതുകൊണ്ട് ഇത് ഉള്ളിൽ ഒരു വലിയ സന്തോഷമായി മാത്രം സൂക്ഷിക്കുക. നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയായി അത് വിരിയട്ടെ. രണ്ടാമതായി, നന്ദി പ്രകടിപ്പിക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് മുൻകൂട്ടി നന്ദി പറയുക. ഈശ്വര, എന്നെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതിന് പകരം കിട്ടാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അലോങ്കോലമായ മുറികളും
പൊടി പിടിച്ച മൂലകളിലും നെഗറ്റീവ് എനർജിയാണ് വസിക്കുക. ഐശ്വര്യത്തിന് കുടികൊള്ളാൻ വൃത്തിയും വെളിച്ചവുമുള്ള ഇടങ്ങൾ വേണം. കേടായ സാധനങ്ങൾ മാറ്റുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഇതൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ യാത്രയുടെ തുടക്കത്തിലാണ്. ഇരുണ്ട തുരങ്കത്തിലൂടെ നടന്ന് ഒടുവിൽ വെളിച്ചം കാണാറായതുപോലെ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും അപമാനങ്ങൾക്കും എല്ലാം ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യമാകും. ആ കഷ്ടപ്പാടുകൾ നിങ്ങളെ ഈ നിമിഷത്തിനായി ഒരുക്കുകയായിരുന്നു. നാളെ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പാകത്തിലുള്ള ഒരു മനോഹര ശില്പമായി ജീവിതം നിങ്ങളെ എടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന ഓരോ ദിവസവും പ്രതീക്ഷയോടെ നോക്കിക്കാണുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 8 ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പക്ഷെ വിശദാംശങ്ങൾ പറയേണ്ടതില്ല. ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഐ ക്ലെയിം ഇറ്റ് എന്ന് മാത്രം കുറിച്ചാൽ മതി. അത് പ്രപഞ്ചത്തോടുള്ള നിങ്ങളുടെ സമ്മതപത്രമാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. വലിയൊരു സമ്പത്തും സമാധാനവും സന്തോഷവും നിങ്ങളെ കാത്തിരിക്കുന്നു. ആ നല്ല കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. വിശ്വസിക്കുക, പ്രവർത്തിക്കുക, മൗനം പാലിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കും, തീർച്ച. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശിയെങ്കിൽ കൂടുതൽ പേരിലേക്ക് പ്രചോദനമാകാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാൻ. അതുവരെ സ്വപ്നം കാണുക, പറക്കാൻ തയ്യാറെടുക്കുക. നന്ദി. ബൈ.